Good morning, ma'am. Good morning, all. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. നോക്കിയോ എടുത്തത് ലബോറട്ടറി? നോക്കിയോ? എന്തായാലും പറയാത്തേ? ചോദിച്ചത് കേട്ടോ? ഞാൻ ക്ലാസ്സിലില്ലായിരുന്നു. റെക്കോർഡഡ് ക്ലാസ് കാണാം കേട്ടോ. റെക്കോർഡഡ് ക്ലാസ്സിലുണ്ട്, ക്ലാസ് കാണാം. ശാരീരികമായിട്ടും പ്രയാസങ്ങളാണ്. എക്സാമിന് എന്താ റെക്കോർഡ് ക്ലാസ് പഠിക്കാം. ബാക്കി എല്ലാവരും എങ്ങനെയാണ്? വായിച്ചു നോക്കിയോ കഴിഞ്ഞ ദിവസം എടുത്തത്? ഓക്കെ അല്ലേ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ ആ ഭാഗങ്ങളൊക്കെ? ഓക്കെ, നമുക്ക് ക്ലാസ് തുടങ്ങാം കേട്ടോ. സേഫ്റ്റി ഇൻ ലബോറട്ടറീസ്. നമ്മൾ പറഞ്ഞ ലബോറട്ടറിയിൽ പലതരത്തിലുള്ള കെമിക്കൽസ് അല്ലെ, അതേപോലെ എന്താണ് റേഡിയേഷൻസ്, ഗ്യാസുകൾ അല്ലെ, പിന്നെ എന്താണ് റേഡിയേഷൻ, അങ്ങനെയുള്ള ഒരുപാട് നമ്മുടെ ഹെൽത്തിന് ഇൻജൂറിയസ് ആയിട്ടുള്ള അല്ലെ, അപകടകരമായിട്ടുള്ള പല സാധനങ്ങളുണ്ട്. അപ്പൊ എന്താ ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന ആ സ്റ്റാഫുകൾക്കും ലബോറട്ടറിയിൽ ചെല്ലുന്ന ആളുകളുടെ സേഫ്റ്റി ഉറപ്പുവരുത്തണം അല്ലെ, സുരക്ഷ നോക്കണ്ടേ? അതിനു വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ലബോറട്ടറിയിൽ ചെയ്യുന്നത്? പേഴ്സണൽ സേഫ്റ്റി ഇൻ ലബോറട്ടറീസ്. Personnel who are working in laboratories may be subjected to risk from various chemicals, infectious materials, fire danger, electrical shock, gas leak, etc. എന്താണ് ലബോറട്ടറിയിൽ നിന്നുള്ള വേരിയസ് കെമിക്കൽസ്, പലതരത്തിലുള്ള കെമിക്കൽസ് ഉണ്ട്, രാസവസ്തുക്കളുണ്ട്, ഇൻഫെക്ഷസ് മെറ്റീരിയൽസ് ഉണ്ട് അല്ലെ, സിറിഞ്ചുകള്. നമ്മ ബയോമെഡിക്കൽ വേസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന പല മെറ്റീരിയൽസും, ഇൻഫെക്ഷസ് ആയിട്ടുള്ള മെറ്റീരിയൽസും ലാബുകളിൽ യൂസ് ചെയ്യുന്നില്ലേ? അങ്ങനെയുള്ള ഇൻഫെക്ഷസ് മെറ്റീരിയൽസ്, ഫയർ ഡേഞ്ചർ, ഇലക്ട്രിക്കൽ ഷോക്ക് അല്ലെ, സ്കാനിങ്, എല്ലാ കാര്യങ്ങളും എന്താണ് ഇലക്ട്രോണിക്കലല്ലേ ചെയ്യുന്നത്. അപ്പൊ ഇലക്ട്രിക്കൽ ഷോക്ക്, ഗ്യാസ് ലീക്കേജ്, അതിൽ നിന്നുള്ള റിസ്കുകള് എന്താണ് ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വരാൻ സാധ്യതയുണ്ട്. Personnel who are working in laboratories may be subject to എന്താണ് ഇങ്ങനെയുള്ള കെമിക്കൽസിൽ നിന്ന്, ഇൻഫെക്ഷസ് മെറ്റീരിയൽസിൽ നിന്ന്, ഫയറിൽ നിന്ന്, തീയിൽ നിന്ന്, ഇലക്ട്രിക്കൽ ഷോക്കുകള്, ഗ്യാസ് ലീക്കേജ് പോലെയുള്ള എന്താണ് റിസ്കുകള്, അപകടങ്ങള് ലാബുകളിൽ വർക്ക് ചെയ്യുന്ന പേഴ്സണൽ അതായത് സ്റ്റാഫുകൾക്ക് വരാൻ സാധ്യതയുണ്ട്. Environment is also at risk of being contaminated by dangerous material used and waste generated in laboratory. എന്താണ് ലബോറട്ടറിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കണ്ടാമിനേറ്റഡ് അതായത് മലിനമായിട്ടുള്ള, അതല്ലെങ്കിൽ ഇൻഫെക്ഷസ് ആയിട്ടുള്ള ഡേഞ്ചറസ് മെറ്റീരിയൽസിൽ നിന്ന്, അതല്ലെങ്കിൽ വേസ്റ്റ് ജനറേറ്റഡ് അതായത് ലബോറട്ടറിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റുകളിൽ നിന്ന് അല്ലെ, മാലിന്യങ്ങളിൽ നിന്നൊക്കെ എന്താണ് അവിടെയുള്ള അന്തരീക്ഷത്തിന്, എൻവിയോൺമെന്റിന് റിസ്ക്, അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പോളിസീസ് ഷുഡ് ഡിഫൈൻ ദ യൂസ് ഓഫ് ഷാർപ്പ്, disposal of bio waste, reagents, sharps and other waste involved in the laboratory according to the local and national regulations. അതുകൊണ്ട് തന്നെ ലബോറട്ടറിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഷാർപ്പായിട്ടുള്ള വേസ്റ്റുകള്, സിറിഞ്ചുകള്, നീഡിൽസ്, അങ്ങനെയുള്ള ഷാർപ്പ് വേസ്റ്റുകള്, ബയോ വേസ്റ്റുകൾ അല്ലെ, ബയോമെഡിക്കൽ വേസ്റ്റുകള്, പിന്നെ റിയേജൻസ് അതായത് കെമിക്കൽസ്, ഷാർപ്സ്, അങ്ങനെയുള്ള വേസ്റ്റുകള് നമ്മുടെ ലോക്കൽ പ്രദേശത്തിന്റെ പ്രാദേശികവും
ദേശീയവുമായ നാഷണൽ റെഗുലേഷൻസ് അനുസരിച്ച് ചട്ടങ്ങൾക്ക് അനുസൃതമായിട്ട് എന്ത് ചെയ്യുക, ഡിസ്പോസ് ചെയ്യുക, മലിനീകരണം നടത്തുക, എന്താണ് ഡിസ്പോസ്, നിർമ്മാർജ്ജനം ചെയ്യുക. ഇപ്പൊ നമ്മുടെ വീടുകളില് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റുകൾ, അതല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളില്, ഈ വലിയ വലിയ ടൗൺ ഏരിയകളില് വേസ്റ്റുകൾ എങ്ങനെയാണ് അവർ ഡിസ്പോസ് ചെയ്യുന്നത്? ചെറിയ കുറച്ച് സ്ഥലങ്ങളിൽ വീടുള്ളവര് അവരൊന്നിച്ച് മുനിസിപ്പാലിറ്റിന്ന് അല്ലെ, എന്താണ്, അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് വന്ന് വേസ്റ്റുകൾ കളക്ട് ചെയ്തല്ലേ കൊണ്ടുപോകുന്നത്? ആണോ? അല്ലെ? അപ്പൊ എന്താണ്, ഓരോ പ്രാദേശികം, ഓരോ ലൊക്കാലിറ്റിയിലും അല്ലെ, എന്താണ് അവിടുത്തെ വേസ്റ്റുകള് ഡിസ്പോസ് ചെയ്യാനുള്ള മെത്തേഡുകൾ, അതായത് റെഗുലേഷൻസ് ഉണ്ടാവില്ലേ, നിയമങ്ങൾ ഉണ്ടാവും അല്ലെ, നിയമങ്ങൾ ഉണ്ടാവും. ഉണ്ടാവോ? അതേ ഹലോ, കേൾക്കുന്നുണ്ടോ ഇപ്പൊ എല്ലാവർക്കും? കേൾക്കുന്നുണ്ടോ? ഓക്കെ ആയോ?
ഓക്കെ, സോറി കേട്ടോ, ടെക്നിക്കൽ ഇഷ്യൂ ആണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, ആ ലാബുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റുകൾ, പലതരത്തിലുള്ള വേസ്റ്റുകൾ ഉണ്ടല്ലേ, ഷാർപ്പായിട്ടുള്ള വേസ്റ്റുകൾ ഉണ്ട്, കെമിക്കൽസ് ഉണ്ട്, ബയോ വേസ്റ്റുകൾ ഉണ്ട് അല്ലെ. അപ്പൊ ആ വേസ്റ്റുകൾ എന്ത് ചെയ്യുക, ആ ലാബ് എവിടെയാണോ സ്ഥിതി ചെയ്തത് ആ പ്രദേശത്തെ റൂൾസ്, നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് അല്ലെങ്കിൽ നാഷണൽ റെഗുലേഷൻസിന് അനുസൃതമായിട്ട് വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യുക. It is necessary to train all personnel in standard precautions. എന്താണ് അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകൾക്കും എന്താണ് ഈ ഇങ്ങനെയുള്ള സേഫ്റ്റി മെഷേഴ്സിനെ കുറിച്ച് അല്ലെ. ഇപ്പൊ ലാബുകളിൽ എന്താണ് കെമിക്കൽസിൽ നിന്നുള്ള റിസ്ക് വരാം, അപകടങ്ങൾ വരാം, പിന്നെ ഗ്യാസ് ലീക്കേജ് വരാം, ഫയർ വരാം. അപ്പൊ ഓരോ ഇതിനും വേണ്ട ട്രെയിനിങ്ങുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും. മുൻകരുതൽ എന്തൊക്കെ രീതിയിൽ അവർക്ക് സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അല്ലെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നതിനെ കുറിച്ച് ഓരോ സ്റ്റാഫുകൾക്കും ട്രെയിനിങ്ങുകൾ ലഭിച്ചിട്ടുണ്ടായിരിക്കണം. സേഫ്റ്റി ഇൻ ലബോറട്ടറീസ് therefore includes protection of both the personnel and the environment from dangerous materials. എന്താണ് ഈ സേഫ്റ്റി മെഷേഴ്സ്, ലാബുകളില് സേഫ്റ്റി മെഷേഴ്സ് യൂസ് ചെയ്യുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് മാത്രമല്ല, അന്തരീക്ഷ മലിനീകരണം, എങ്ങനെ അന്തരീക്ഷ മലിനീകരണം ഇല്ലാതാക്കാം എന്നുള്ള കാര്യങ്ങളും കൂടി കണക്കിലെടുത്താണ് സേഫ്റ്റി മെഷേഴ്സ് ലാബുകളിൽ ഉൾപ്പെടുത്തുന്നത്. ക്ലിയർ ആയോ? Safety in laboratories therefore includes the protection of both the personnelസിനും സ്റ്റാഫുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും പബ്ലിക്കിനും അല്ലെ, പബ്ലിക്കിനും ഇതിൽ നിന്നുള്ള വേസ്റ്റുകളിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ വേണ്ടേ? അതുകൂടാതെ എൻവയോൺമെന്റ് അല്ലെ, പരിസ്ഥിതി, അത് സ്ഥിതി ചെയ്യുന്ന പരിസ്ഥിതിയിൽ അല്ലെ അന്തരീക്ഷത്തിന് പൊല്യൂഷൻ ഒന്നും വരുത്താൻ പാടില്ല അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി കണക്കിലെടുത്താണ്, ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ലബോറട്ടറിയിലെ സേഫ്റ്റി മെഷേഴ്സ് അവര് നിയമിക്കുന്നത്, പോളിസികൾ തയ്യാറാക്കുന്നത്. ക്ലിയർ ആയോ? ലാബുകളിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എന്താണ് ഇലക്ട്രിക് ഷോക്ക്, ഫയർ ഡേഞ്ചർ, ഇൻഫെക്ഷസ് മെറ്റീരിയൽ, ഗ്യാസ് ലീക്കേജ് എന്നിവയിൽ നിന്നുള്ള അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ കൂടാതെ എന്താണ് ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള അല്ലെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഡേഞ്ചറസ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ലാബുകളിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റുകളിൽ നിന്നും ഇവർക്ക് ഡേഞ്ചറസ് റിസ്കുകൾ വരാം. നെക്സ്റ്റ് എന്താണ്, ഓരോ ലാബുകളിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകള് അവിടുത്തെ പ്രാദേശികവും നാഷണൽ റെഗുലേഷൻ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് നിർമ്മാർജ്ജനം നടത്തുക. പിന്നെ എന്താണ്, ലാബുകളിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ഓരോ അപകടങ്ങളിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം അല്ലെ, അതിനുവേണ്ട എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം എന്നതിനെ കുറിച്ചുള്ള ട്രെയിനിങ്ങുകൾ ലഭിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ എന്താണ്, സേഫ്റ്റി റെഗുലേഷൻസ്, ലാബുകളിൽ സേഫ്റ്റി മെഷേഴ്സ് ഇതാക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ, പബ്ലിക്, പിന്നെ എൻവയോൺമെന്റിനെ കൂടി കണക്കിലെടുത്താണ് സേഫ്റ്റി മെഷേഴ്സ് അവിടെ നിയമിക്കുന്നത്. ക്ലിയർ ആയോ അത്രയും ഭാഗം? നെക്സ്റ്റ് ജനറൽ സേഫ്റ്റി മെഷേഴ്സ്, ലാബുകളിലുള്ള ജനറൽ ആയിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് എന്തെല്ലാമാണ്? ഓൾ ലബോറട്ടറി പേഴ്സണൽ should have a knowledge of the laboratory safety policies and procedures and act in accordance with these at all times. എന്താണ്, ലാബുകളിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകൾക്കും എന്തിനെ കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം? സേഫ്റ്റി പോളിസീസ് അല്ലെ, സുരക്ഷാ നയങ്ങളെ കുറിച്ചും നടപടിക്രമങ്ങളെ കുറിച്ചുമുള്ള അറിവുകൾ ഉണ്ടായിരിക്കണം. എന്നിട്ട് അവർ വർക്ക് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം? ഈ സേഫ്റ്റി പോളിസികളുടെ അടിസ്ഥാനത്തിലായിരിക്കണം അവർ എല്ലാ സമയത്തും വർക്ക് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ലാബുകളിലുള്ള എല്ലാ സ്റ്റാഫുകൾക്കും ലാബിലെ സേഫ്റ്റി മെഷേഴ്സ്, സുരക്ഷാ നയങ്ങളെ കുറിച്ചും
നടപടിക്രമങ്ങളെ കുറിച്ചുമുള്ള അറിവുണ്ടായിരിക്കണം. എന്നിട്ട് അവർ വർക്ക് ചെയ്യുന്നത്, ലാബുകളിൽ പ്രവർത്തിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം? ഈ നയങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം അവര് വർക്ക് ചെയ്യേണ്ടത്. List of dangerous material used in the laboratory should be prepared. ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന അപകടങ്ങളായ ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ കുറിച്ചുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കണം. IWASH facility should be made available as stand-alone facility or attached to sink. എന്താണ്? ഇപ്പൊ നമുക്ക് കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അത് കണ്ണിലേക്ക് തെറിക്കാം അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ ആവാനുള്ള സാധ്യത ഉണ്ടല്ലോ. ലാബുകളില് കെമിക്കൽസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോ അല്ലെങ്കിൽ ആ സെക്ഷനിൽ വർക്ക് ചെയ്യുമ്പോ നമുക്ക് കണ്ണിന് വലിയ ഇറിറ്റേഷൻസ് ഒക്കെ വരാൻ സാധ്യതയില്ലേ കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യുമ്പോ. അപ്പൊ എന്ത് ചെയ്യുക? അങ്ങനെ കണ്ണിൽ തെറിക്കുക അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാല് കണ്ണൊക്കെ കഴുകുന്നതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. സ്റ്റാൻഡേർഡ്, അതായത് ഒറ്റയ്ക്ക് നമുക്ക് ഒരു സിങ്ക് ഒക്കെ പോലെ സാധാരണ ഒറ്റയ്ക്ക് കഴുകുന്നതിനുള്ള സ്റ്റാൻഡേർഡ് ഫെസിലിറ്റീസോ അതല്ലെങ്കിൽ അറ്റാച്ച്ഡ് ടു സിങ്ക് ഒക്കെ ഉള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. ബയോഹസാർഡ് സിംബൽ ഷുഡ് ബി യൂസ്ഡ് ഓൺ ഓൾ കണ്ടെയ്നേഴ്സ് ഓർ എക്യുപ്മെന്റ് ദാറ്റ് കണ്ടെയ്ൻസ് ബയോഡേഞ്ചറസ് മെറ്റീരിയൽസ്. ബയോഡേഞ്ചറസ് മെറ്റീരിയൽസ് സൂക്ഷിക്കുന്ന കണ്ടെയ്നേഴ്സും എന്തൊട്ടിച്ചിട്ടുണ്ടായിരിക്കണം? ബയോഹസാർഡ് സിംബൽസ് ഒട്ടിച്ചിട്ടുണ്ടായിരിക്കണം, സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മൾ കണ്ടിട്ടില്ലേ മഞ്ഞ ഇതുമ്മ ഇങ്ങനത്തെ സിംബലൊക്കെ ഒട്ടിച്ചത്? ഈ റെഡ് കളറില ബയോഹസാർഡ് സിംബലൊക്കെ ഒട്ടിച്ചേക്കുന്നത് കണ്ടിട്ടുണ്ടോ? അപ്പൊ എന്താണ്? ബയോഹസാർഡ് മെറ്റീരിയൽസ് സൂക്ഷിക്കുന്ന കണ്ടെയ്നേഴ്സിൽ അങ്ങനെയുള്ള സിംബലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. Next, laboratory personnel should be completely trained in managing fire and non-fire emergency like large spillage, gas leakage, etc. നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞില്ലേ ഇവർക്ക് ഇതിനുള്ള ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ടായിരിക്കണം എന്ന്. അതന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലബോറട്ടറി പേഴ്സണൽ എന്താണ്? ഷുഡ് ബി കംപ്ലീറ്റഡ്ലി ട്രെയിനിങ്. എന്താണ്? അവർക്ക് നല്ല രീതിയിലുള്ള പരിശീലനങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരിക്കണം. മുഴുവനായ പരിശീലനങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരിക്കണം. എന്തിനൊക്കെ വേണ്ടിയിട്ടുള്ള? മാനേജിങ് ഫയർ, തീപിടുത്തം ഉണ്ടായാല് അതണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, മാനേജ് ചെയ്യുന്നതിനുള്ള ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ടാകണം. നോൺ ഫയർ എമർജൻസി, അതല്ല ഫയർ അല്ലാത്ത രീതിയിലുള്ള എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായാല്, എമർജൻസീസ് അത്യാഹിതങ്ങൾ ഉണ്ടായാല് ഏതൊക്കെയാണ്? ലാർജ് സ്പില്ലേജ് അല്ലെ, കെമിക്കൽസിന്റെ ലീക്കേജ് സംഭവിക്കുക, ചോർച്ച സംഭവിക്കുക, അല്ലെങ്കിൽ ഗ്യാസ് ലീക്കേജ് ഒക്കെ വരുമ്പോ അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യാം, അതല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം എന്നുള്ള ട്രെയിനിങ്ങുകൾ ലഭിച്ചിട്ടുണ്ടായിരിക്കണം. ആംപിൾ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഷുഡ് ബി ക്വിക്ലി അവൈലബിൾ ഇൻ ദ ലബോറട്ടറി. ഫയർ വന്നാല് അല്ലെ, തീ പിടിച്ചാൽ നമുക്ക് അത് അണയ്ക്കുന്നതിനുള്ള എക്യുപ്മെന്റുകൾ ഉണ്ട് അല്ലെ, അതൊക്കെ ലബോറട്ടറിയിൽ നമുക്ക് പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള, പെട്ടെന്ന് കിട്ടാൻ പറ്റുന്ന രീതിയിലായിരിക്കണം സജ്ജീകരിച്ചിരിക്കേണ്ടത്. ക്ലിയർ ആയോ? സിമ്പിൾ അല്ലേ ഇതൊക്കെ? ഇതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ വേണോ? ക്ലിയർ ആവുന്നില്ലേ? ആരെന്തൊന്നും പറയാത്തെ? സിമ്പിൾ അല്ലേ ഇതൊക്കെ നിങ്ങൾക്ക്? തീപിടുത്തം ഉണ്ടായാല് തീ അണയ്ക്കുന്നതിനുള്ള ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് അല്ലെ, അതെന്താണ്? നമുക്ക് വേഗത്തിൽ ക്വിക്ലി അവൈലബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കണം സജ്ജീകരിച്ചിരിക്കേണ്ടത്. ആക്സിഡന്റ് ഓർ ഇൻസിഡന്റ് ഓർ ഇൻജൂറിയസ് record of laboratory personnel should be kept and intimated to the designated authority. എന്താണ് നമ്മൾ പറഞ്ഞ പലതരത്തിലുള്ള ഇൻസിഡന്റുകൾ ഉണ്ടാവാം അല്ലെ, ഫയർ ഇതുണ്ടാവാം, തീപിടുത്തങ്ങൾ ഉണ്ടാവാം, ഗ്യാസ് ലീക്കേജ് ഉണ്ടാവാം, കെമിക്കൽ ലീക്കേജ് ഉണ്ടാവാം അല്ലെ, പലതരത്തിലുള്ള ഇൻസിഡന്റുകളും ആക്സിഡന്റുകളും അപകടങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനുള്ള റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക. ആരാണ് അത് സൂക്ഷിക്കേണ്ടത്, മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും തയ്യാറാക്കേണ്ടതും? ഡെസിഗ്നേറ്റഡ് അതോറിറ്റി ആയിരിക്കണം, അതായത് അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളായിരിക്കണം റെക്കോർഡുകൾ കീപ്പ് ചെയ്യേണ്ടതും റെക്കോർഡുകൾ തയ്യാറാക്കേണ്ടതും. ഡു നോട്ട് chew gum, drink, smoke or eat while working in the lab. എന്താണ്? ലാബിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും
നമ്മൾ ചൂയിങ്കം ചവക്കാനോ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഡ്രിങ്ക് ചെയ്യാനോ അതല്ലെങ്കിൽ സ്മോക്ക് വലിക്കാനോ പാടില്ല. എന്താണ് ചിലപ്പോ നമ്മ ആ വലിക്കുന്ന ഇതിൽ എന്തെങ്കിലും ചെറിയൊരു സ്പാർക്കിങ് സംഭവിച്ച് ആമ്പിളിന് നല്ല ആവശ്യമായ മതിയായ എന്നൊക്കെ പറയില്ലേ, എന്തെന്നാണ് ഓക്കെ, സ്മോക്ക് ചെയ്യാ അല്ലെ, സ്മോക്ക് ചെയ്യാ, ഈറ്റ് ചെയ്യാ, ഭക്ഷണം കഴിക്കാൻ പാടില്ല, വെള്ളം കുടിക്കാൻ പാടില്ല, ചുയിങ്കം ചവക്കാൻ പാടില്ല, സ്മോക്ക് ചെയ്യാൻ പാടില്ല. ചിലപ്പോ ആ സ്മോക്കിങ്ങിൽ നിന്ന് വരുന്ന ചെറിയൊരു സ്പാർക്കിങ്ങിൽ ചിലപ്പോ എന്ത് വെച്ചാൽ തീ പിടിക്കാം അല്ലെ ലാബില്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പാടില്ല. ലബോറട്ടറി ഗ്ലാസ്വെയർ ഷുഡ് നെവർ ബി യൂസ്ഡ് ആസ് ഫുഡ് ഓർ ബിവറേജ് കണ്ടെയ്നേഴ്സ്. എന്താണ് ലബോറട്ടറിയിലുള്ള പാത്രങ്ങൾ അല്ലെ, കണ്ടെയ്നേഴ്സ് നമ്മൾ ഒരിക്കലും ഫുഡ് കഴിക്കുന്നതിനുള്ള പാത്രമായോ അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നതിനുള്ള പാത്രമായോ യൂസ് ചെയ്യാൻ പാടില്ല. എന്ന് ചിലപ്പോ അതിൽ കെമിക്കൽസ് ഒക്കെ ഉണ്ടാവാം അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, നമ്മ അതിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അതിലെ വെള്ളം കുടിക്കുമ്പോൾ എന്ത് വെച്ചു നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് അതൊക്കെ പോകൂലേ. അതുകൊണ്ട് ഒരിക്കലും ലാബുകളിലെ പാത്രങ്ങളിലെ കണ്ടെയ്നേഴ്സിൽ നമ്മൾ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ പാടില്ല. Always put on suitable clothing. Chemically resistant lab coats or aprons are suggested. എന്താണ് കെമിക്കലൊക്കെ നമ്മുടെ ശരീരത്തിൽ ധരിക്കാനുള്ള സാധ്യതയുണ്ട്. ഉണ്ടോ? ലാബുകളിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മ പല കെമിക്കൽ സോൾവെന്റുകളും റിയേജൻസുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് അല്ലെ ടെസ്റ്റുകൾ നടത്തുന്നത്. ആ കെമിക്കൽസ് നമ്മുടെ ശരീരത്തിൽ തെറിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കെമിക്കൽസിനെ, രാസവസ്തുക്കളെ പ്രതിരോധിക്കുന്ന കോട്ടുകളോ അല്ലെങ്കിൽ ആപ്രോൺസ് ആയിരിക്കണം അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് ധരിക്കുന്നത്. ക്ലിയർ ആയോ? കെമിക്കലി റെസിസ്റ്റന്റ് രാസവസ്തുക്കളെ അതായത് നമ്മുടെ ശരീരത്തിലേക്ക് തെറിക്കുന്നത് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കെമിക്കലി റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഗൗണുകൾ അല്ലെങ്കിൽ കോട്ടുകൾ അല്ലെങ്കിൽ ആപ്രോൺസ് ഒക്കെ ആയിരിക്കണം സ്റ്റാഫുകൾ ധരിക്കുന്നതിന്. ഹാൻഡിൽ നീഡിൽസ്, സിറിഞ്ചസ് ആൻഡ് അതർ ഷാർപ്പ് വിത്ത് അറ്റ്മോസ്റ്റ് കെയർ. എന്താണ് നമ്മ യൂസ് ചെയ്യുന്ന നീഡില്, സൂചികള്, സിറിഞ്ചസ്, അതർ ഷാർപ്പായിട്ടുള്ള മറ്റു വസ്തുക്കളൊക്കെ എന്ത് ചെയ്യാം അതിതീവ്രതയോടുകൂടി നല്ല ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക, ഹാൻഡിൽ ചെയ്യുക. Compressed gas cylinder should be secured to prevent them from being knocked over. എന്താണ് ഈ കംപ്രസ്ഡ് ഗ്യാസ് നമ്മ പറഞ്ഞില്ലേ, ബയോമെഡിക്കൽ വേസ്റ്റിലെ ഗ്യാസ് സിലിണ്ടേഴ്സ്, കംപ്രസ്ഡ് ആയിട്ടുള്ള പ്രഷറൈസ്ഡ് ഗ്യാസ് സിലിണ്ടേഴ്സ് ഇല്ലേ, പ്രഷറൈസ്ഡ് ഗ്യാസ് സിലിണ്ടേഴ്സ് പറഞ്ഞോ പല രീതിയിലുള്ള അല്ലെ. നമ്മ ഓക്സിജന് ഉള്ള ഗ്യാസ് സിലിണ്ടേഴ്സ് ഉണ്ടായിരിക്കും. എന്താണ് നമുക്ക് തീ അണയ്ക്കുന്നതിനുള്ള പ്രഷറൈസ്ഡ് സിലിണ്ടേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ പലതരത്തിലുള്ള സിലിണ്ടേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടുന്ന രീതിയിലല്ലാതെ സെക്യൂർഡ് ആയിട്ട് നല്ല സുരക്ഷിതമായിട്ട് ഓരോ ഏരിയയിൽ സൂക്ഷിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിമുട്ടിയില്ലേ, അവിടെ കൂട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്ക് ചെയ്യാനുള്ള സാധ്യത ഒന്നും ഇല്ലാതെ എന്താണ് ഓരോന്നും സെക്യൂർഡ് ആയിട്ട് നമ്മൾ സുരക്ഷിതമായി സൂക്ഷിക്കുക. ഇൻ ദ കെയർ ഓഫ് chemicals splashing into your eyes or on your skin, immediately flush the affected area with running water for at least 20 minutes or eye wash facility. എന്തെങ്കിലും ഒരു കാരണവശാല് നമ്മുടെ കണ്ണിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലേക്ക്, നമ്മുടെ തൊലിയിലേക്കോ സ്കിന്നുമ്പോഴോ കെമിക്കൽസ് തെറിക്കാനുള്ള, സ്പ്ലാഷ് ചെയ്യാന്ന് തെറിക്കാനുള്ള സാധ്യത ഉണ്ടായാല് നമ്മൾ 20 മിനിറ്റ് തുടർച്ചയായി ആ തെറിച്ച ഭാഗം കഴുകുക, വാഷ് ചെയ്യുക. ക്ലിയർ ആയോ ഇത്രയും ഭാഗം? എല്ലാവർക്കും ഓക്കെ ആണോ? സിമ്പിൾ ആണല്ലേ? ഏതെങ്കിലും പോയിന്റ് ഉണ്ടോ കിട്ടാത്തത്? സിമ്പിൾ അല്ലേ? നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന പോയിന്റ്സ് ആണ് അല്ലേ? എന്താണ് ലാബിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകൾക്കും ലാബിലെ സേഫ്റ്റി പോളിസികളെ കുറിച്ച്, സുരക്ഷാ നിയമങ്ങളെ കുറിച്ചും
നടപടിക്രമങ്ങളെ കുറിച്ചുമുള്ള അറിവുണ്ടായിരിക്കണം. അപ്പൊ അവർ വർക്ക് ചെയ്യുന്നത് ഈ സേഫ്റ്റി റൂൾസിനും റെഗുലേഷൻസിനും അനുസരിച്ചായിരിക്കണം അവർ ലാബുകളില് വർക്ക് ചെയ്യേണ്ടത്. പിന്നെ എന്താണ്, ലാബുകളില് ഉപയോഗിക്കുന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് ഇത് തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കണം. എന്താണ്, ഐ വാഷ് ഫെസിലിറ്റീസ് നമുക്ക് ഒറ്റക്കും അതല്ലെങ്കിൽ അറ്റാച്ച്ഡ് സിങ്ക് വന്നിട്ടുള്ള ഐ വാഷ് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. ബയോ ഹസാർഡസ് വേസ്റ്റുകൾ സൂക്ഷിക്കുന്ന കണ്ടെയ്നേഴ്സിൽ ബയോ ഹസാർഡസ് സിംബിൾസ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം, പതിച്ചിട്ടുണ്ടായിരിക്കണം. എന്താണ്, ലാബുകളിൽ വർക്ക് ചെയ്യുന്ന എല്ലാ പേഴ്സണൽക്കും അതായത് എല്ലാ സ്റ്റാഫുകൾക്കും ഫയർ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് തീപിടിച്ചാൽ അത് അണയ്ക്കുന്നതിനുള്ള അതിനെ പ്രതിരോധിക്കുന്നതിനുള്ള മാർഗങ്ങളെ കുറിച്ച് അതല്ലെങ്കിൽ ലാർജ് സ്പില്ലേജ് എന്താണ്, കെമിക്കൽസിന്റെ ലീക്കേജ് വരാം അല്ലെ, ചോർച്ച വരാം, അതല്ലെങ്കിൽ ഗ്യാസിന്റെ ചോർച്ച വരാം അല്ലെ. അപ്പൊ അതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള പരിശീലനങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെന്താണ്, ലാബുകളിലെ ആവശ്യമായ മതിയായ രീതിയിൽ അവരുടെ യൂസിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് എന്താണ്, തീ അണയ്ക്കുന്നതിനുള്ള ഉപകരണങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. എന്തെങ്കിലും ആക്സിഡന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസിഡന്റുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറീസ് ഒക്കെ അപകടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് അത് റെക്കോർഡ് ചെയ്ത് അത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുകയും അതാരാണ് റെക്കോർഡ് ചെയ്ത് അങ്ങനെയുള്ള റെക്കോർഡുകൾ തയ്യാറാക്കേണ്ടത് ആരാണ്, അതുമായി ബന്ധപ്പെട്ട ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയിലെ ബന്ധപ്പെട്ട അധികാരികളായിരിക്കണം റെക്കോർഡുകൾ തയ്യാറാക്കാനും അത് സൂക്ഷിക്കാനൊക്കെ വേണ്ടിയിട്ട്. നെക്സ്റ്റ്, ലാബിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ചൂയിങ്കം ചവയ്ക്കാനോ സ്മോക്ക് ചെയ്യാനോ വലിക്കാനോ പാടില്ല. ലാബുകളിൽ യൂസ് ചെയ്യുന്ന പാത്രങ്ങളിൽ അതായത് കണ്ടെയ്നേഴ്സില് എന്താണ്, നമ്മൾ ഭക്ഷണം കഴിക്കാനോ കുടിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നും പാടില്ല. പിന്നെ കെമിക്കൽ രാസവസ്തുക്കളെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള കോട്ടുകളും ആപ്രോൺസുകളായിരിക്കണം ലാബിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ധരിക്കുന്നതിന്. നമുക്ക് മുറിവുകൾ ഉണ്ടാക്കുന്ന എന്താണ്, നീഡിൽസ്, ഷാർപ്പായിട്ടുള്ള സാധനങ്ങൾ, നീഡിൽസ്, സിറിഞ്ചസ്, അതർ ഷാർപ്പ് ആയിട്ടുള്ള മെറ്റീരിയൽ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക, നല്ല തീവ്രതയോടുകൂടി നല്ല ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. കംപ്രസ്ഡ് സിലിണ്ടർ ഇതൊക്കെ ഒരുമിച്ച് അവിടെ കൂട്ടിമുട്ടുന്ന തരത്തിലല്ലാതെ ഓരോന്നും സെക്യൂർഡ് ആയിട്ട് നല്ല സുരക്ഷിതമായി സൂക്ഷിക്കുക. നെക്സ്റ്റ്, എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മുടെ കണ്ണിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലേക്കോ കെമിക്കൽസ് തെറിക്കാനുള്ള സാധ്യതയുണ്ടായാൽ എന്ത് ചെയ്യുക, നമ്മൾ ആ ഭാഗം കെമിക്കൽ തെറിച്ച കണ്ണിലേക്കാണെങ്കിൽ കണ്ണ് അല്ലെങ്കിൽ ഏതെങ്കിലും സ്കിന്നിന്റെ ഏതെങ്കിലും സൈഡിലേക്കാണെങ്കിൽ അത് നമ്മൾ 20 മിനിറ്റ് തുടർച്ചയായി കഴുകുക, വെള്ളം ഉപയോഗിച്ച് കഴുകുക. ക്ലിയർ ആയോ? ഇത്രയും ഭാഗം ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ എല്ലാവർക്കും? നെക്സ്റ്റ്, സയൻസ് ആൻഡ് സിംബൽസ് യൂസ്ഡ് ഇൻ എ ലബോറട്ടറി. ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന സയൻസ് ആൻഡ് സിംബൽസ് ഏതൊക്കെയാണ്? ടു റെഡ്യൂസ് ആക്സിഡന്റ് ഇൻ ദ ലബോറട്ടറി ഇറ്റ് ഹാസ് ബീൻ മെയ്ഡ് കമ്പൽസറി ടു യൂസ് സയൻസ് ആൻഡ് സിംബൽസ് ഇൻ ദ ലബോറട്ടറി. എന്താണ്, ആക്സിഡന്റുകൾ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ലബോറട്ടറിയെ നിർബന്ധമായും കമ്പൽസറി ആയിട്ടില്ല നിർബന്ധമായും സയൻസുകളും സിംബൽസുകളും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. ഫസ്റ്റ് വൺ നോക്കിയേ, ഡേഞ്ചർ, ഇൻഫ്ലേമബിൾ തീപിടിക്കാൻ സാധ്യതയുള്ള സ്പാർക്കിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയുള്ളതാണ് അങ്ങനെ സൂക്ഷിക്കുന്നത്, ആ സിംബൽ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഹാർംഫുൾ, ഹാനികരമായ കെമിക്കൽസ് ആവാം, അങ്ങനെയുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഏരിയ. നെക്സ്റ്റ്, കൊറോസീവ് എന്ന് പറഞ്ഞാല് നമ്മുടെ എന്താണ് കെമിക്കൽസ് ഒക്കെ ഇല്ലേ, അത് രാസവസ്തുക്കളൊക്കെ സൂക്ഷിക്കുന്ന ഏരിയയാണ്. അപ്പൊ ആ കെമിക്കൽസ് നമ്മുടെ ശരീരത്തിൽ തെറിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകാം. ഈ ആസിഡുകൾ പോലത്തെ സാധനങ്ങളില്ലേ, ലാബുകളിൽ യൂസ് ചെയ്യുന്ന ആസിഡുകളൊക്കെ സൂക്ഷിക്കുന്ന ഏരിയയാണ് കൊറോസീവ്. എന്താണ്, അതിൽ കാണിച്ചിട്ടുണ്ട് അല്ലെ, ആ ഒരു തുള്ളികൾ വരുന്ന രീതിയിൽ കണ്ടിട്ടില്ലേ ആ പിക്ചറില്, കൊറോസീവ് എന്ന് പറഞ്ഞില്ലേ. അങ്ങനെയുള്ള ആസിഡുകളൊക്കെ നമ്മുടെ ശരീരത്തിലൊക്കെ വീണ് കഴിഞ്ഞാൽ എന്ത് പറ്റും?
പൊള്ളലൊക്കെ ഏൽക്കില്ലേ? പൊള്ളലേൽക്കോ? അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ കെമിക്കൽസ് ഒക്കെ സൂക്ഷിക്കുന്ന ഏരിയയിലാണ് കൊറോസീവ് എന്നുള്ള സിംബൽ യൂസ് ചെയ്യുന്നത്. നമ്മുടെ സൾഫ്യൂരിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ് ഒക്കെ ഈ കൊറോസീവിന് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആയോ? ആസിഡുകളൊക്കെ ഇത് നമ്മുടെ സ്കിന്നിലോ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിലൊക്കെ തെറിച്ചാൽ എന്ത് വെച്ചെന്നൊക്കെ റിസ്ക് അപകടങ്ങൾ ഉണ്ടാക്കും അല്ലെ? അപ്പൊ അതെന്താണ്, അതൊക്കെ നമ്മൾ സൂക്ഷിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സിംബലുകൾ സൂക്ഷിക്കുന്ന അവർ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നത്. ഓരോ ഏരിയയിലും ആ ഏരിയ പോകുമ്പോൾ നമുക്ക് ഡേഞ്ചർ ആണ് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സിംബൽ അവർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇലക്ട്രിക്കൽ ഹസാർഡ് എന്താണ്? ഷോക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് പോയിസൺ അല്ലെ? റിസ്ക് ഓഫ് എക്സ്പ്ലോഷൻ എന്താണ്? എക്സ്പ്ലോഷൻ നടക്കാനുള്ള അല്ലെ, സ്ഫോടനം നടക്കാനുള്ള സാധ്യതയുണ്ട്. ബയോ ഹസാർഡ് വേസ്റ്റുകൾ സൂക്ഷിക്കുന്ന ഏരിയ. നെക്സ്റ്റ് റേഡിയേഷൻ ഹസാർഡ് അല്ലെ, റേഡിയേഷൻ അടിക്കാനുള്ള സാധ്യതയുണ്ട് ആ ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാല്. അപ്പൊ അങ്ങനെയുള്ള ഏരിയയിൽ എന്ത് ചെയ്യും? റേഡിയേഷൻ ഹസാർഡ് സിംബൽ യൂസ് ചെയ്യും. വിയർ ഗ്ലൗസ്, ഗ്ലൗസുകൾ യൂസ് ചെയ്യുക. ഫുൾ ഫേസ് മാസ്ക് മസ്റ്റ് ബി വെയർ എന്താണ്? ഫുൾ ആയിട്ടുള്ള ഫിൽട്രേറ്റ് ചെയ്ത മാസ്കുകൾ അല്ലെ, അങ്ങനെയുള്ള മാസ്കുകൾ ധരിക്കുക. നോ ഫുഡ് ഓർ ഡ്രിങ്ക് അലൗഡ് എന്താണ്? ഫുഡ് കഴിക്കാനോ വെള്ളം കഴിക്കാനോ ഒന്നും ആ ഏരിയയിൽ പാടില്ല. ഇതെന്താണ്? നോ സ്മോക്കിംഗ് അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കൊറോസീവ് മാത്രം നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാനുള്ള സാധ്യതയുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ കാണുന്ന സിംബൽ തന്നെയാണ് അല്ലെ? കണ്ടിട്ടുള്ള സിംബൽ തന്നെയല്ലേ നിങ്ങൾ? സിംബല് നോക്കണം കേട്ടാ. സിംബല് എക്സാമിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ് ഇത്. അപ്പൊ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് കേട്ടോ ഇതൊക്കെ. സിംബൽ എക്സാമിന് ചോദിക്കാട്ടാ. ഇതിൽ ഏത് വെച്ചാലും നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? അല്ലേ? ഈ കൊറോസീവ് മാത്രമേ ഉള്ളൂ അല്ലെ ഒരിത്തിരി. കൊറോസീവ് എന്ന് പറഞ്ഞാൽ ഈ ആസിഡുകൾ കെമിക്കൽസ് ഒക്കെ സൂക്ഷിക്കുന്ന ഏരിയ ആണ് കൊറോസീവ് സിംബൽ വെച്ച് അവര് യൂസ് ചെയ്യുന്നത് കേട്ടാ, സിംബൽ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? 8 റേഡിയേഷൻ ഹസാർഡ്. ഈ നമ്മുടെ സ്കാനിങ് ഒക്കെ ചെയ്യില്ലേ, റേഡിയേഷൻ ഒക്കെ ചെയ്യില്ലേ, അങ്ങനെയുള്ള സ്ഥലങ്ങളില് ആ ഏരിയയിലാണ് റേഡിയേഷൻ ഹസാർഡ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് റേഡിയേഷൻ അടിക്കാനുള്ള സാധ്യതയുണ്ട്. ആ ഏരിയയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റേഡിയേഷൻ അടിക്കും. റേഡിയോ ഐസോട്ടോപ്പുകള്, റേഡിയേഷൻ നമ്മുടെ റേഡിയേഷൻ ഒക്കെ നടത്തില്ലേ, സ്കാനിങ്ങുകള്. MRI, CT സ്കാൻ ഒക്കെ നടത്തില്ലേ? നെക്സ്റ്റ് വാട്ടർ റെസ്പോൺസിബിലിറ്റി. അടുത്തത് എടുത്തോട്ടെ. സിംബൽ ക്ലിയർ ആയില്ലേ? സിംബൽ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സിംബലിന് എക്സാമിന് ക്വസ്റ്റ്യൻ വരും. നെക്സ്റ്റ്, വാട്ട് റെസ്പോൺസിബിലിറ്റീസ് ആർ കോമൺ ഫോർ ലാബ് മാനേജർ ജോബ്? എന്താണ് ലാബ് മാനേജറുടെ ജോബ്? എന്തെല്ലാമാണ് റെസ്പോൺസിബിലിറ്റീസ് അല്ലെ, ഉത്തരവാദിത്വങ്ങൾ എന്തെല്ലാമാണ്? ഔട്ട്ലൈൻ, എക്സിക്യൂട്ടീവ് ആൻഡ് സൂപ്പർവൈസ് ദ ലബോറട്ടറി ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം. എന്താണ്? ലബോറട്ടറിയിലെ ക്വാളിറ്റിയുള്ള അല്ലെ, ഗുണനിലവാരമുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാവശ്യമായ ഔട്ട്ലൈൻ, രൂപരേഖ അല്ലെ, ഓരോ പോളിസികള് പദ്ധതികൾ തയ്യാറാക്കുക. ഔട്ട്ലൈൻ രൂപരേഖ തയ്യാറാക്കുക. എക്സിക്യൂട്ടീവ് ചെയ്യുക, നടപ്പിലാക്കുക. ആൻഡ് സൂപ്പർവൈസ് ചെയ്യുക, മേൽനോട്ടം വഹിക്കുക. എന്താണ്? ലബോറട്ടറിയിലെ പ്രവർത്തനങ്ങള് ക്വാളിറ്റി ഗുണനിലവാരമുള്ളതാക്കാനുള്ള പ്രോഗ്രാമുകള് പ്രവർത്തനങ്ങള് തയ്യാറാക്കുക അല്ലെ, അതിനുവേണ്ട രൂപരേഖ തയ്യാറാക്കുക, എക്സിക്യൂട്ടീവ് ചെയ്യുക, നടപ്പിലാക്കുക, ആൻഡ് സൂപ്പർവൈസ് മേൽനോട്ടം വഹിക്കുക. ക്ലിയർ ആയോ? കോണ്ടാക്ട് വിത്ത് നഴ്സിംഗ് ആൻഡ് അതർ ഹോസ്പിറ്റൽ സ്റ്റാഫ് whenever needed. ചിലപ്പോ നമുക്ക് എന്ത് ചെയ്യാം, ലാബിൽ നമുക്ക് എന്തെങ്കിലും ടെസ്റ്റുകൾ നടത്താൻ എന്തെങ്കിലും സ്പെസിമെൻ അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പിൾ തന്നു കഴിഞ്ഞാല് അതിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലെ സ്റ്റാഫിനോ അല്ലെങ്കിൽ നഴ്സിനെ വിളിക്കേണ്ടി വരും അല്ലെ, അവരായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടി വരും അല്ലെ, ബന്ധപ്പെടേണ്ടി വരും.
ആ പേഷ്യൻസിന്റെ എന്തെങ്കിലും വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഇല്ലേ? ചിലപ്പോ എന്താണ് റിജക്ട് ചെയ്യാണ് അവർക്ക് കൊടുത്ത സെല്ല് അല്ലെങ്കിൽ ടിഷ്യൂ എന്താണ് ക്വാളിറ്റി ഉള്ളതല്ല. അപ്പൊ അവര് വിളിക്കണ്ടേ, വിവരം അറിയിക്കണ്ടേ ഹോസ്പിറ്റലിലേക്ക്, നഴ്സിനെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ഡോക്ടറിനെ വിളിച്ച് വിവരം അറിയിക്കണോ? അറിയിക്കണോ? എന്തു പറ്റി ആരൊന്നും പറയാത്തത്? അറിയിക്കണം അല്ലേ? അപ്പൊ എന്താണ് അതിനു വേണ്ടി എന്തെങ്കിലും കാരണം കൊണ്ട് നീഡഡ് ആവശ്യമെങ്കിൽ എന്താണ് ഹോസ്പിറ്റലിലെ നഴ്സിനെ അല്ലെങ്കിൽ അതർ സ്റ്റാഫ് ഹോസ്പിറ്റൽ സ്റ്റാഫിനെ കോണ്ടാക്ട് ചെയ്യുക, ബന്ധപ്പെടുക, അവരെ വിളിച്ച് വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. നെക്സ്റ്റ്, ഇംപ്ലിമെന്റ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് കണക്റ്റഡ് വിത്ത് സ്പെസിഫിക് ഏരിയ. ഓരോ ഏരിയയുമായി ബന്ധപ്പെട്ട പോളിസികളും നയങ്ങളും നടപടിക്രമങ്ങളും നടപ്പിലാക്കുക. ഇപ്പൊ നമുക്ക് എന്താണ് ചിലപ്പോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന ഏരിയയില പോളിസി ആയിരിക്കില്ല റേഡിയേഷൻ സെക്ഷനിൽ അല്ലെ, അവിടുത്തെ നടപടിക്രമങ്ങളായിരിക്കില്ല എക്സ്റേയിൽ അല്ലെ, എല്ലാവിടുത്തെ പ്രൊസീജിയേഴ്സ് വേറെ അല്ലേ, പ്രവർത്തനങ്ങൾ വേറെ അല്ലേ, ആക്ടിവിറ്റീസ് വേറെ അല്ലേ? ആണോ? ആണോ? എന്തു പറ്റി? പോരട്ടെ, ആരെന്തോന്നും ഇല്ലാതിരിക്കുന്നേ. എല്ലാ ഏരിയയിലും ഡിഫറെന്റ് പോളിസികളും പ്രൊസീജിയേഴ്സ് ആയിരിക്കും അല്ലെ വേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ഓരോ ഏരിയ സ്പെസിഫിക് ഏരിയയുമായി ബന്ധപ്പെട്ട നയങ്ങളും പോളിസികളും നടപടിക്രമങ്ങളും നടപ്പിലാക്കുക. SS ഒബ്സർവ് ട്രാക്ക് ആൻഡ് ട്രെൻഡ് ടെക്നിക്കൽ ആൻഡ് എംപ്ലോയി പെർഫോമൻസ്. എന്താണ് ഓരോ ഏരിയയിലെ എംപ്ലോയീസിന്റെയും ഓരോ ടെക്നിക്കൽ ആയിക്കോട്ടെ അല്ല അവിടെ സ്റ്റാഫ് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളൊക്കെ എന്താണ് SS ചെയ്യുക, വിലയിരുത്തുക, ഒബ്സർവ് ചെയ്യുക. ഓക്കെ ഒബ്സർവ് ചെയ്യുക അല്ലെ, അവിടെ നിരീക്ഷിക്കുക. ട്രാക്ക് ആൻഡ് ട്രെൻഡ് എന്താണ് അവരുടെ പ്രവർത്തനങ്ങളെ ട്രാക്ക് ചെയ്യുക അല്ലെ. നമ്മ എന്തെങ്കിലും ഓൺലൈനിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ട്രാക്ക് ചെയ്യും, എവിടെ എത്തി അല്ലേ, സാധനം എവിടം വരെ എത്തി അല്ലെ. ട്രാക്ക് ചെയ്യാറുണ്ടോ നിങ്ങൾ? അന്വേഷിക്കൂ അല്ലേ? അന്വേഷിക്കുക എവിടം വരെ എത്തി അല്ലെ, പ്രവർത്തനങ്ങൾ എവിടം വരെയായി, അവിടെ നമ്മുടെ ഡെലിവറി ചെയ്യാനുള്ള സാധനം എവിടം വരെ എത്തി അല്ലെ. അതിനല്ലേ ട്രാക്ക് ചെയ്യുന്നേ, നമുക്ക് ഡെലിവറി ചെയ്യാനായോ എന്നൊക്കെ. അങ്ങനെയുള്ള അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിലയിരുത്തുക, നിരീക്ഷിക്കുക. ട്രാക്ക് ആൻഡ് ട്രെൻഡ് എവിടം വരെ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. എംപ്ലോയീസിന്റെ പെർഫോമൻസ്, അവരുടെ പ്രവർത്തനങ്ങൾ. നെക്സ്റ്റ്, അറേഞ്ച് ഓൺ സൈറ്റ് ട്രെയിനിങ് ഫോർ ന്യൂ ആൻഡ് എക്സിസ്റ്റിംഗ് സ്റ്റാഫ് മെമ്പേഴ്സ്. എന്താണ് അവിടെ വർക്ക് ചെയ്യുന്ന വർക്കിന് വരുന്ന പുതിയ സ്റ്റാഫുകൾക്കും അവിടെയുള്ള പഴയ സ്റ്റാഫുകൾക്കും ട്രെയിനിങ്ങുകൾ നൽകുക. ഓൺ സൈറ്റ് ട്രെയിനിങ് അതായത് അവിടെ വെച്ച് തന്നെ ട്രെയിനിങ്ങുകൾ നൽകുക. ഡിസ്ചാർജ് അഡീഷണൽ ഡ്യൂട്ടീസ് അസൈൻഡ് ഇൻ സപ്പോർട്ട് ഓഫ് ലബോറട്ടറി ഓപ്പറേഷൻ. എന്താണ് ലബോറട്ടറിയിലെ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി നിയോഗിച്ച അധിക ചുമതലകൾ നിർവഹിക്കും. ഇപ്പൊ ചിലപ്പോ എന്താണ് അവിടുത്തെ എന്തെങ്കിലും ഭയങ്കരമായിട്ട് തിരക്ക് വരിക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻസിഡന്റുകൾ ഉണ്ടായി കഴിയുമ്പോൾ ഈ ലാബ് മാനേജർക്ക് അയാൾക്ക് പറഞ്ഞ ഡ്യൂട്ടീസ് മാത്രമാണോ ചെയ്യേണ്ടി വരാ? അല്ല അല്ലെ, അധികമായി ചുമതലകൾ വരും അല്ലെ. അയാള് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ജോലികൾ ചെയ്യേണ്ടി വരും ഇല്ലേ? എന്തെങ്കിലും അത്യാഹിതങ്ങൾ ഉണ്ടാവാൻ, അതല്ലെങ്കിൽ എന്തെങ്കിലും തിരക്ക് വരാണ്, ചില സിറ്റുവേഷനിൽ എന്ത് വരാം, എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് റഷ് ഒക്കെ വന്നു കഴിഞ്ഞാല് ആൾക്ക് പറഞ്ഞിരിക്കുന്ന ഡ്യൂട്ടി അല്ലാണ്ട് അധിക ചുമതലകൾ വരും അല്ലെ. അപ്പൊ അയാൾ അതൊക്കെ ചെയ്യുക, നടപ്പിലാക്കുക. എക്സ്റ്റെൻഡ് കസ്റ്റമർ സർവീസ് ടു ഇൻക്ലൂഡ് ഓൾ ഇന്റേണൽ എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ്. എന്താണ് ഇവിടെ ഉള്ളവർ, ഉള്ളിലുള്ളവർക്കും പുറത്തുള്ളവർക്കും എന്താണ് നല്ല രീതിയിലുള്ള കസ്റ്റമർ സർവീസ് നൽകുക, പ്രൊവൈഡ് ചെയ്യുക. എക്സ്റ്റേണൽ നല്ല ചില ലാബുകളിൽ വീടുകളിൽ വന്ന് തന്നെ നമ്മുടെ സാമ്പിളുകൾ കളക്ട് ചെയ്യാറില്ലേ, ലാബിൽ നിന്നല്ലാതെ. അപ്പൊ എന്താണ് എക്സ്റ്റേണൽ എന്നത് പുറത്തുള്ളവർക്കും അതിന്റെ ലാബിന്റെ ഉള്ളിലുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാൻ നല്ല രീതിയിലുള്ള കസ്റ്റമർ സർവീസ് നൽകുക, വിപുലീകരിക്കുക. മേക്ക് ഷുവർ ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ലബോറട്ടറി ഡാറ്റ ആൻഡ് അപ്രോപ്രിയേറ്റ് റിസൾട്ട് റിപ്പോർട്ടിംഗ്. എന്താണ് ഓരോ ഡാറ്റാസും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെ,
ലബോറട്ടറി ഡാറ്റയുടെ ആശയവിനിമയം ഉചിതമായ ഫല റിപ്പോർട്ടിംഗ് ഉറപ്പാക്കുക. എന്താണ് അവിടെ വരുന്ന എല്ലാ ടെസ്റ്റുകളും കറക്റ്റ് രീതിയിൽ അവർ ചെക്കപ്പ് ചെയ്തിട്ടുണ്ടോ, ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ടോ, അതിന്റെ എല്ലാ വിവരങ്ങളും കമ്മ്യൂണിക്കേഷൻസിലെ എല്ലാ വിവരങ്ങളും മനസ്സിലാക്കുകയും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഉചിതമായ റിസൾട്ടുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. റിലീസ് സാമ്പിൾ ടു ലബോറട്ടറി സ്റ്റാഫ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഡ്യൂ ഡേറ്റ്സ് ആൻഡ് ടേൺ അറൗണ്ട് ടൈംസ്. എന്താണ് ലബോറട്ടറി സ്റ്റാഫുകൾക്ക് അവർക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള സാമ്പിളുകൾ നൽകുകയും അതിന്റെ ഡ്യൂ ഡേറ്റ്സ് അല്ലെ ഇത്ര ദിവസം വരെ ആ സാമ്പിള് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ട്. അതിനൊരു ലാസ്റ്റ് തീയതിയൊക്കെ ഉണ്ട്, അവസാന തീയതി ഉണ്ട്. അപ്പൊ ആ ഡ്യൂ ഡേറ്റ്സ് പറഞ്ഞു കൊടുക്കുക. ആൻഡ് ടേൺ അറൗണ്ട് ടൈം എന്ന് പറഞ്ഞാല് അതിന്റെ റിസൾട്ട് എന്നാണ് കിട്ടേണ്ടത്, എത്ര ദിവസത്തിനുള്ളിൽ ഇവർക്ക് ലഭ്യമാകണം, അവസാന തീയതി എന്നൊക്കെ പറയില്ലേ. സാമ്പിൾ സ്വീകരിച്ചിട്ട് അതിന്റെ റിസൾട്ട് എടുക്കുന്ന ടൈമിനെയാണ് ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ലബോറട്ടറി സ്റ്റാഫുകൾക്ക് അവർക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള സാമ്പിളുകൾ നൽകുക, റിലീസ് ചെയ്യുക. അതിന്റെ ഡ്യൂ ഡേറ്റ്സ് അവസാന തീയതി എന്നാണ്, അതിന്റെ റിസൾട്ട് എന്നാണ് കിട്ടേണ്ടത്, എപ്പോൾ എത്ര സമയത്തിനുള്ളിൽ കിട്ടണം എന്നതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് വിവരങ്ങള് സ്റ്റാഫുകൾക്ക് നൽകുക. ഗൈഡ് ദ ഹാൻഡ്ലിംഗ് ആൻഡ് റെസൊല്യൂഷൻ ഓഫ് കോംപ്ലക്സ് ഇഷ്യൂ ആൻഡ് കംപ്ലൈന്റ്സ്. എന്താണ് ലാബുകളെ എന്തെങ്കിലും കോംപ്ലക്സ് സങ്കീർണമായ എന്തെങ്കിലും പ്രശ്നങ്ങളോ അതല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈന്റ്സ് പരാതികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങള് ഗൈഡ് ലൈൻ അല്ലെ ഗൈഡൻസ് നൽകുക, മാർഗനിർദ്ദേശങ്ങള് നൽകുക. Responsible for all employees who are working at all labs on demand facilities. ലാബിൽ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫുകൾക്കും അവർ ചെയ്യേണ്ട ഡ്യൂട്ടികൾ ഉണ്ടാവില്ലേ, അവർക്ക് ഡിമാൻഡ് ചെയ്യുന്ന ഫെസിലിറ്റീസിൽ അവർക്ക് ചെയ്യേണ്ട ഡ്യൂട്ടികൾ ഉണ്ടാവൂലേ. എല്ലാവർക്കും ഒരേപോലെയാണോ ഡ്യൂട്ടീസ് കൊടുക്കുന്നത്? അല്ല അല്ലെ, ഓരോ പേഴ്സണൽസിനും വ്യത്യസ്ത രീതിയിലായിരിക്കും അല്ലെ ഡ്യൂട്ടികൾ കൊടുക്കുന്നത്. അപ്പൊ ആ ലാബില് അവർക്ക് ഡിമാൻഡ് ചെയ്യുന്ന ആ സ്റ്റാഫുകൾക്ക് ഡിമാൻഡ് ചെയ്യുന്ന ജോലികൾ അവർ കറക്റ്റ് രീതിയിൽ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുക, എൻഷുർ ചെയ്യുക. എൻഷുർ adherence with federal, state and system regulation to provide operation. എന്താണ് ലാബുകളിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഓപ്പറേഷൻസ് എന്തിന്റെ ഫെഡറൽ, സ്റ്റേറ്റ് സിസ്റ്റം അവിടുത്തെ പ്രവർത്തനം അതിനൊക്കെ അനുസൃതമായിട്ട് റെഗുലേഷൻസ് അല്ലെ നിയമങ്ങൾക്ക് അനുസൃതമായിട്ടാണോ എന്ന് ഉറപ്പുവരുത്തുക. മിസ് പറഞ്ഞു അല്ലെ ഓരോ ഏരിയയിലും അവിടെ നടത്തേണ്ട ഓരോ കാര്യങ്ങളെ കുറിച്ചും നിയമങ്ങൾ ഉണ്ടാവും അല്ലെ. ഇപ്പൊ നമ്മ മുനിസിപ്പാലിറ്റി ഏരിയയിലാണെങ്കിൽ ഒരു വീട് വെക്കണമെങ്കിൽ എന്തൊക്കെ നൂലാമാലകളുണ്ട് ഇല്ലേ, സാങ്ഷൻ ആവണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഷോപ്പ് വെക്കണം, അതല്ലെങ്കിൽ ഒരു ഫാക്ടറി വെക്കണം, അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് വെക്കണമെങ്കിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണ്ടേ, പല പേർപ്പസ് അല്ലെ, എംപ്ലോയീസിന്റെ സൗകര്യങ്ങൾ അല്ലെ, സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് അല്ലേ, വർക്കിങ്ങുമായി ബന്ധപ്പെട്ട് അവരുടെ സാലറിയുമായി ബന്ധപ്പെട്ട് ഓരോ ഏരിയയിലും ഓരോ നിയമങ്ങളുണ്ട് അല്ലെ, പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റികളിൽ അല്ലെ ഓരോ നിയമങ്ങളല്ലേ. അപ്പൊ അതേപോലെ ഫെഡറൽ, നമ്മുടെ ഫെഡറലിനെ സ്റ്റേറ്റിനെ അവിടുത്തെ സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിലാണോ, ആ ഓരോ ഏരിയയിലും സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിലാണോ ലാബുകളിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന്, ഓപ്പറേഷൻസ് അല്ലെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന അവിടെ നൽകുന്ന ഓപ്പറേഷൻസ് നടക്കുന്നതെന്ന് ഉറപ്പാക്കുക. നെക്സ്റ്റ്, അഷ്വർ compliance with all corporate policy procedures in the laboratory. എന്താണ് ലബോറട്ടറിയില് ഉള്ള പ്രൊസീജിയേഴ്സ് നടപടിക്രമങ്ങള് കോർപ്പറേറ്റ് പോളിസി കോർപ്പറേറ്റ് നയങ്ങൾക്ക് അനുസൃതമായിട്ടുള്ളതാണെന്ന് ഉറപ്പാക്കുക. എന്താണ് അവിടെ ഓരോ സേഫ്റ്റി പോളിസികൾ ഉണ്ടാവും അല്ലെ, സേഫ്റ്റി അവിടുത്തെ വേസ്റ്റുകൾ എങ്ങനെ അവര് ഡിസ്പോസ് ചെയ്യണം, അവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്ന എന്താണ് റേഡിയേഷൻസ് അല്ലെ, അതെല്ലാം കെമിക്കൽസ് എങ്ങനെയാണ് അവര് നിർമ്മാർജ്ജനം ചെയ്യേണ്ടത്, അവിടെ എങ്ങനെയൊക്കെ വർക്ക് ചെയ്യണം അല്ലേ, ഓരോന്നിനെ കുറിച്ച് ഓരോ നിയമങ്ങളല്ലേ.
ക്വാളിറ്റിയെ കുറിച്ച് അല്ലെ, അവിടുത്തെ ക്വാളിറ്റിയെ കുറിച്ചുണ്ടാവും നിയമങ്ങൾ. അതേപോലെ അവിടുത്തെ സേഫ്റ്റി അനുസരിച്ചുണ്ടാവും, അവിടുത്തെ വേസ്റ്റിന് അനുസരിച്ചുണ്ടാവും അല്ലെ നിയമങ്ങള്. അപ്പൊ അങ്ങനെയുള്ള നിയമങ്ങൾ, കോർപ്പറേറ്റ് നിയമങ്ങൾക്ക് അനുസൃതമായിട്ടാണോ ലാബിൽ വർക്ക് ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്ത് പറ്റും, ചിലപ്പോ ആ ലാബ് തന്നെ പൂട്ടിക്കാം അല്ലെ, ആളുകള് മുൻകൈ എടുത്ത് ക്ലോസ് ചെയ്യിക്കില്ലേ, അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നുണ്ട്, അതല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ലാബ് പിന്നെ അവിടെ വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, അവിടുത്തെ കോർപ്പറേറ്റ് പോളിസികൾക്ക്, നയങ്ങൾക്ക് അനുസൃതമായിട്ടാണോ ലാബിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് ഉറപ്പാക്കുക. നെക്സ്റ്റ്, enlarge the lab's research portfolio by helping to develop new research projects and proposals. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാല് ലാബിലെ എല്ലാ പ്രവർത്തനങ്ങളെ കുറിച്ചും കോംപ്രഹെൻസീവ് ആയിട്ട് അല്ലെ, സങ്കീർണമായിട്ട് അവര് റിപ്പോർട്ട്, അവരുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് റിപ്പോർട്ട് തയ്യാറാക്കുന്നതാണ് പോർട്ട്ഫോളിയോ. അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളെ കുറിച്ചും, ടെസ്റ്റുകളെ കുറിച്ചാവാം, അവിടുത്തെ എക്യുപ്മെന്റ്സിനെ കുറിച്ചാവാം, അവിടുത്തെ സ്റ്റാഫുകളെ കുറിച്ചാവാം, ഫുള്ള് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള എല്ലാ വിവരങ്ങളും അവര് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതെന്ത് ചെയ്യുക, ന്യൂ റിസർച്ച് പ്രൊജക്ട് അല്ലെ, പുതിയ ഗവേഷണ പ്രൊജക്ടുകൾക്ക് വേണ്ടിയും പുതിയ പ്രൊപ്പോസൽസ്, നിർദ്ദേശങ്ങൾക്ക് വേണ്ടിയും അവരൊന്നും കൂടി ഡെവലപ്പ് ചെയ്യുക, വികസിപ്പിക്കുക. ക്ലിയർ ആയോ? enlarge the lab's research portfolio. ലാബ് റിസർച്ച് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാല് ലാബിലെ എല്ലാ പ്രവർത്തനങ്ങളെ കുറിച്ച് എന്ത് ചെയ്യും, അവര് ഇൻഫർമേഷൻസ് അല്ലെ, വിവരങ്ങൾ അവര് റെക്കോർഡ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് പുതിയ റിസർച്ചുകള്, ഗവേഷണ പ്രൊജക്ടുകള്, പദ്ധതികൾ തയ്യാറാക്കാനും പുതിയ നിർദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ടും അവരൊന്നും കൂടി എന്ത് ചെയ്യുക, വികസിപ്പിക്കുക. ഓക്കെ ആയോ? ആ പോയിന്റ് മാത്രമാണ് കുറച്ച്. ഇപ്പൊ നമ്മൊരു ഫാക്ടറി അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് കമ്പനി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പുതിയൊരു പ്രപ്പോസൽ വരികയാണ്, അല്ലെങ്കിൽ ഒരു പുതിയ നിർദ്ദേശം, അല്ലെങ്കിൽ പുതിയൊരു ഓർഡർ വരികയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോ നമുക്ക് പുതിയ എക്യുപ്മെന്റുകൾ വരുത്തേണ്ടി വരും അല്ലെ, അതല്ലെങ്കിൽ പുതിയ സ്റ്റാഫുകളെ നിയമിക്കേണ്ടി വരും അല്ലെ, അതല്ലെങ്കിൽ ഉള്ള സൗകര്യത്തിൽ കുറച്ചും കൂടി മെച്ചപ്പെടുത്തേണ്ടതായിട്ട് വരും അല്ലെ, ഡെവലപ്പ് ചെയ്യേണ്ടി വരും. ആണോ? ആണ്. അപ്പൊ എന്ത് ചെയ്യാ, അതിനനുസരിച്ച് അവര് ഡെവലപ്പ് ചെയ്യുക, വികസിപ്പിക്കുക. അതാണ് ആ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ ഉള്ള പോർട്ട്ഫോളിയോ ലബോറട്ടറിയിൽ ഇപ്പൊ നിലവിലുള്ള വിവരങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അവിടെയുള്ള സൗകര്യങ്ങളിൽ കൂടുതലായി എന്ത് ചെയ്യുക, പുതിയ പ്രൊജക്ടുകൾ, റിസർച്ച് പ്രൊജക്ടുകൾ വരുമ്പോഴോ അല്ലെങ്കിൽ പുതിയ പ്രൊപ്പോസലുകൾ വരുമ്പോൾ എന്ത് ചെയ്യുക, അവരെ വികസിപ്പിക്കുക, ഡെവലപ്പ് ചെയ്യുക പോർട്ട്ഫോളിയോ. Next, enlarge the set up and keep all laboratory records in accordance with the specification. നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ, ലബോറട്ടറിയില് പലതരത്തിലുള്ള റെക്കോർഡ്സുകൾ ഉണ്ടെന്ന്. അതെന്ത് ചെയ്യുക, നല്ല രീതിയിൽ സെറ്റപ്പ് ആൻഡ് കീപ്പ് എന്താണ്, നല്ല രീതിയിൽ അവർ സൂക്ഷിക്കുകയും കീപ്പ് ചെയ്യുകയും ആൻഡ് റെക്കോർഡ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് സ്പെസിഫിക്കേഷൻ. ഓരോ റെക്കോർഡുകളും ഓരോ സ്പെസിഫിക്കേഷൻസ് അല്ലെ, ഓരോന്നിലും ഓരോ ഡീറ്റെയിൽ ആയിരിക്കും നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്നത് അല്ലെ, ഓരോ വിവരങ്ങളല്ലേ. സ്റ്റോക്ക് റെക്കോർഡ് ഉണ്ട് അല്ലെ, സ്റ്റോക്ക് റിപ്പോർട്ട് ഉണ്ട്, പിന്നെ എന്താണ് അസറ്റിന്റെ ഉണ്ട് അല്ലെ, സ്റ്റാഫുകളുടെ ഉണ്ട് അല്ലെ, പേഴ്സണൽ റെക്കോർഡുകൾ ഉണ്ട്, രജിസ്റ്റേഴ്സ് ഉണ്ട് അല്ലെ, ഓരോന്നിലും ഓരോ വിവരങ്ങളല്ലേ ഇവർ സൂക്ഷിക്കുന്നത്. അപ്പൊ ഓരോ റെക്കോർഡുകളും അവരുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച്, ആ റെക്കോർഡിന്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് എന്ത് ചെയ്യുക, ഇവര് സൂക്ഷിക്കുക. Make sure that supplies are available as needed for lab section. ലാബിലെ ഓരോ സെക്ഷനിലേക്കും ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ, വിഭവങ്ങൾ അല്ലെ, എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് ആവശ്യമുള്ളത് അത് സപ്ലൈ ചെയ്യുക, വിതരണം ചെയ്യുക. Suggest measures to enhance testing procedures, use of equipment and needs for new equipment. എന്താണ് ടെസ്റ്റിംഗിന്റെ നടപടിക്രമങ്ങൾ അല്ലെ, ഓരോ ടെസ്റ്റുകൾക്കും ഓരോ പ്രൊസീജിയേഴ്സ് ആയിരിക്കും. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന ആയിരിക്കോ യൂറിൻ ടെസ്റ്റ് ചെയ്യുന്നത്? ആണോ? അതേപോലെ ആയിരിക്കോ ടിഷ്യൂസ് ടെസ്റ്റ് ചെയ്യുന്നത്?
ആണോ? അല്ല അല്ലെ. അപ്പൊ എന്താണ് ഓരോ ടെസ്റ്റുകൾക്കുമുള്ള നടപടിക്രമങ്ങള്? യൂസ് ഓഫ് എക്യുപ്മെന്റ്, എക്യുപ്മെന്റുകളുടെ ഉപയോഗം അല്ലെ. ഓരോ എക്യുപ്മെന്റുകളും പല രീതിയിലായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പൊ യൂസ് ഓഫ് എക്യുപ്മെന്റ് ആൻഡ് നീഡ്സ് ഫോർ ന്യൂ എക്യുപ്മെന്റ് എന്താണ് അവർക്ക് അല്ലെങ്കിൽ പുതിയ എക്യുപ്മെന്റുകൾ ആവശ്യമായിട്ടുണ്ട്. അങ്ങനെയുള്ള ആവശ്യങ്ങള് മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക, നിർദ്ദേശിക്കുക. അവരെന്തൊക്കെ അവർക്ക് പുതിയ എക്യുപ്മെന്റ് വേണം, അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ് എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള നടപടികള് നിർദ്ദേശിക്കുക. ആരാണ് അതൊക്കെ ചെയ്യേണ്ടത്? ലാബ് മാനേജർ അല്ലെ. മോണിറ്റർ, അനലൈസ് ആൻഡ് ജസ്റ്റിഫൈ എക്സ്പെൻസ് ആൻഡ് റവന്യൂ വിത്ത് ഡിപ്പാർട്ട്മെന്റ്. ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും നൽകുന്ന റവന്യൂസ് അല്ലെ, അല്ല സോറി, എക്സ്പെൻസുകൾ, അവർക്ക് ചെലവാവുന്ന പൈസ, എക്സ്പെൻസ് അല്ലെ, ചെലവ്. ആൻഡ് റവന്യൂ, അവർക്ക് നേടാൻ കഴിയുന്ന അവരുടെ വരുമാനം ഒക്കെ എന്ത് ചെയ്യുക? മോണിറ്റർ ചെയ്യുക, നിരീക്ഷിക്കുക. അനലൈസ് ചെയ്യുക അല്ലെ, വിശകലനം ചെയ്യുക. ആൻഡ് ജസ്റ്റിഫൈ, ന്യായീകരിക്കുക. എന്തൊക്കെ ന്യായങ്ങളുണ്ട് അല്ലെ, ജസ്റ്റിഫൈ ചെയ്യുക. ഇത്രയും എക്സ്പെൻസ് ആയിട്ടുണ്ടാവോ, അതല്ലെങ്കിൽ ഇവർക്ക് ഇത്രയും ഇൻകം കിട്ടാൻ സാധ്യതയുണ്ടോ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുക, അനലൈസ് ചെയ്യുക, ആൻഡ് ജസ്റ്റിഫൈ, ന്യായീകരിക്കുക. ക്ലിയർ ആയോ ഇത്രയും ഭാഗം? ക്ലിയർ ആയോ? ഇതിലെന്തെങ്കിലും പോയിന്റ് കിട്ടാത്തതുണ്ടോ നിങ്ങൾക്ക്? ക്ലിയർ ആവാത്തതുണ്ടോ? ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി. ക്ലിയർ ആണ് എല്ലാവർക്കും? ഓക്കെ. Extend customer service to include all internal and external customers. എന്താണ് ഓരോ കസ്റ്റമേഴ്സിനും അവർക്ക് എന്ത് ചെയ്യുക? കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അല്ലെ, എക്സ്റ്റെൻഡ്, വിപുലീകരിക്കുക അവരെ കസ്റ്റമർ സർവീസ്. അപ്പൊ എന്താണ് ഇന്റേണൽ എന്ന് പറഞ്ഞാല് ലാബിനുള്ളിലുള്ളവര്, എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മിക്ക ലാബുകളിൽ എന്താണ് പുറത്തു പോയി ഓരോരുത്തരുടെ വീടുകളിൽ പോയി ലാബ് ടെസ്റ്റുകൾ നടത്താറുണ്ടോ? ഓരോരുത്തരും ഇപ്പൊ കിടപ്പ് രോഗികളാണ് അല്ലെങ്കിൽ ലാബിൽ വരാൻ പറ്റാത്ത പേഷ്യൻസ് ആണെങ്കിൽ എന്ത് ചെയ്യും? അവരുടെ വീടുകളിൽ ചെന്ന് സാമ്പിൾ എടുത്ത് കാണിട്ട് അവർക്ക് ടെസ്റ്റുകൾ നടത്തും അല്ലെ. അപ്പൊ അതിന് വേണ്ട ഇന്റേണൽ ആയിക്കോട്ടെ എക്സ്റ്റേണൽ ആയിക്കോട്ടെ കസ്റ്റമേഴ്സിന് അവരുടെ കസ്റ്റമർ സർവീസുകൾ വിപുലീകരിക്കുക, അതായത് നല്ല രീതിയിലുള്ള ഒരു കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ഏതാണ് 17 അല്ലെ? Suggest measures to enhance testing procedures. Use of equipment and needs for new equipment. എന്താണ് ഓരോ ടെസ്റ്റുകളുടെയും പ്രൊസീജിയേഴ്സ്, നടപടിക്രമങ്ങൾ വേറെ വേറെ അല്ലേ? ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന പോലെയാണോ യൂറിൻ ടെസ്റ്റ് ചെയ്യുന്നത്? അതേപോലെയാണോ സെൽസ്? അതേപോലെയാണോ ടിഷ്യൂ? അതേപോലെയാണോ സ്കാനിങ്? അല്ല അല്ലെ. ഓരോന്നിനും വ്യത്യസ്ത രീതിയിലുള്ള ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ് ആണ് അല്ലെ, നടപടിക്രമങ്ങളാണ്. എക്യുപ്മെന്റുകൾ അല്ലെ, യൂസ് ഓഫ് എക്യുപ്മെന്റ്, എക്യുപ്മെന്റുകളുടെ ഉപയോഗം. അതല്ല അവർക്ക് പുതിയ എക്യുപ്മെന്റുകളുടെ ആവശ്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ അതൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. അതൊക്കെ തീരുമാനിക്കേണ്ടത് ആരാ? ലാബ് മാനേജർ. ഓരോ ഡിപ്പാർട്ട്മെന്റിലും എന്താണ് പുതിയ എക്യുപ്മെന്റ് ആവശ്യമായിട്ട് വരുന്നുണ്ടോ, അവിടെയുള്ള എക്യുപ്മെന്റുകൾ അവർ കറക്റ്റ് രീതിയിലാണ് ഉപയോഗിക്കുന്നത്, ഓരോ ടെസ്റ്റിങ്ങുകളും അതിന്റെ കറക്റ്റ് രീതിയിലാണോ അവർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക, എന്നിട്ട് അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുക. ക്ലിയർ ആയോ ക്രിസ്റ്റീന? വേറെ ആരും എന്തോ ചോദിച്ചല്ലോ? 10 ചോദിച്ചിരുന്നു. വേറെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചിരുന്നോ?
വേറെ ആരെങ്കിലും ചോദിച്ചിരുന്നോ ഏതെങ്കിലും ഒരു പോയിന്റ്? ഇല്ല. ക്ലിയർ ആയോ? ലബോറട്ടറി ലാസ്റ്റ് പോയിന്റ്. ഓക്കെ. മോണിറ്റർ, അനലൈസ് ആൻഡ് ജസ്റ്റിഫൈ എക്സ്പെൻസ് ആൻഡ് റവന്യൂ വിത്തിൻ ഡിപ്പാർട്ട്മെന്റ്. എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിലും അവർക്ക് ചെലവാകുന്ന ചെലവ് അല്ലേ? അല്ലെ? ചെലവ്, അവർക്ക് കിട്ടുന്ന വരുമാനം, അതൊക്കെ എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കൂലേ? അല്ലെ? എക്സ്റേയിൽ കിട്ടുന്ന വരുമാനവും ചെലവും വേറെയാണ്. സ്കാനിങ് സെക്ഷനിൽ ചെലവാകുന്നതും അവർക്ക് കിട്ടുന്ന വരുമാനവും വേറെയാണ് അല്ലെ? വിത്തിൻ ഡിപ്പാർട്ട്മെന്റ്സ്, ഓരോ ഡിപ്പാർട്ട്മെന്റിലും അവർക്ക് വരുന്ന ചെലവും അവർക്ക് ലഭിക്കുന്ന വരുമാനവും മോണിറ്റർ ചെയ്യുക, നിരീക്ഷിക്കുക, അനലൈസ് ചെയ്യുക, വിശകലനം ചെയ്യുക, ആൻഡ് ജസ്റ്റിഫൈ, ന്യായീകരിക്കുക. നമുക്ക് നമ്മുടെ വീടുകളിൽ ചെലവാകുന്ന പൈസ നമ്മ ഓരോ മാസം നമ്മൾ നോക്കാറുണ്ടോ? ഈ മാസം പൈസ കൂടുതലായോ അല്ലെ? ഏത് ഭാഗത്താണ് നമുക്ക് കൂടുതൽ എക്സ്പെൻസ് ആയത്? അടുത്ത മാസം അത് നമുക്ക് കുറയ്ക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ടോ? അതേപോലെ എന്താണ്? ലാബിലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലെ പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അല്ലെ? ഓരോ ഡിപ്പാർട്ട്മെന്റിലും അവർക്ക് ചെലവായ സംഖ്യ, ചെലവായ തുക, അതല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന വരുമാനം, അതൊക്കെ നിരീക്ഷിക്കുകയും വിശകലനം ചെയ്യുകയും ജസ്റ്റിഫൈ, ന്യായീകരിക്കുകയും ചെയ്യുക. കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ലബോറട്ടറി കഴിഞ്ഞു. ഈ ചാപ്റ്റർ എല്ലാവർക്കും ക്ലിയർ ആയോ? ചാപ്റ്റർ എല്ലാവർക്കും ക്ലിയർ ആയോ? സിമ്പിൾ ആണ് അല്ലേ? 5th പോയിന്റ്. Arrange on-site training for new and existing staff members. എന്താണ്? ലാബില് വർക്ക് ചെയ്യാൻ പുതിയ സ്റ്റാഫുകളൊക്കെ അപ്പോയിന്റ് ചെയ്യൂല അവര്. അപ്പൊ ആ പുതിയ സ്റ്റാഫുകൾക്ക്, അതല്ലെങ്കിൽ പഴയ സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവർക്ക് ചിലപ്പോ എന്താണ് പുതിയ മെഷീനറീസ് വാങ്ങാം അല്ലെ? എക്യുപ്മെന്റുകളൊക്കെ വാങ്ങാം. അതല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ടെസ്റ്റുകൾ അവർ വീണ്ടും പ്രൊവൈഡ് ചെയ്യുക അല്ലെ പേഷ്യൻസിന്. അപ്പൊ അതിനെ കുറിച്ചുള്ള ട്രെയിനിങ്ങുകൾ നൽകുക. ക്ലിയർ ആയോ? ആരാ ചോദിച്ചേ? ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ നമ്മുടെ ലബോറട്ടറി എന്നുള്ള ചാപ്റ്റർ തീർന്നു. എല്ലാവർക്കും ക്ലിയർ ആയില്ലേ ഈ ചാപ്റ്റർ? വോയിസ് മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞോ? ക്ലിയർ ആയോ ചാപ്റ്റർ? സിമ്പിൾ അല്ലേ? ഇതാ ഒരു സെക്ഷൻ മാത്രമേ ഉള്ളൂ അല്ലെ? ഒരു ഇത്തിരി ബാക്കിയൊക്കെ സിമ്പിൾ ആണ് അല്ലേ? ക്ലിയർ അല്ലേ? ചാപ്റ്റർ ക്ലിയർ അല്ലേ? അതാണ് ഒന്നും പറയാത്തെ. ഓക്കെ ഓക്കെ ഓക്കെ. എന്നിട്ട് മിസ് ക്ലാസ് വൈൻഡപ്പ് ചെയ്യണേ. ഓക്കെ. താങ്ക് യു ഓൾ. Thank you, Miss. Thank you, Miss. എല്ലാവരും എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ റെക്കോർഡഡ് ക്ലാസ് കാണാം. പിന്നെ മിസ് വരും, ഇനി ഡൗട്ട്സുകളൊക്കെ ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ. താങ്ക് യു. Okay, ma'am.